ഈ പുകവലി കൃത്യമായിട്ട് ഈ ഉടമ്പടിക്കകത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ 2-ാമത്തെ ദിവസം വലിച്ചു, 3-ാമത്തെ ദിവസവും വലിച്ചു. അന്നേരം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഉൾവിളി വരുവാണ്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഓൺലൈൻ ധ്യാനം കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെ പ്രശ്നമാണല്ലോ. ഞാൻ പയ്യെ എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയായപ്പോഴത്തേക്ക് എൻ്റെ അത്യാവശ്യ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ മൊബൈലൊക്കെ ഓൺ ചെയ്ത് വെച്ച് ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. കൂടി പകുതിയാകുമ്പോൾ നിർത്തും, ഞാൻ പയ്യെ സിഗരറ്റ് വലിക്കാൻ ഇറങ്ങിപ്പോവും. ഒരു പാക്കറ്റ് സിഗരറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ 5 എണ്ണം വലിച്ചു. വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു 12:30 ആയപ്പോൾ ഞാൻ വീണ്ടും ധ്യാനത്തിൻ്റെ ഒരു 3/4 ഭാഗം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഞാൻ വലിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു 12:30 ആയി സമയം. ഭീകരത സൃഷ്ടിക്കുന്ന ഒരു ഭയങ്കര ശബ്ദം എവിടെ നിന്ന് വന്നെന്നറിയത്തില്ല. കാരണം ഞാൻ അത്രയും ഭയം അങ്ങനെ ഉള്ള ഒരു വ്യക്തിയുമല്ലേ. ഞാൻ ഭയപ്പെട്ടു പോയി. ചെയ്യരുതെന്നാണ് പറഞ്ഞു. എവിടുന്ന് വന്ന് ഇടിത്തിന്ന് അറിയത്തില്ല. ഞാൻ BP താന്ന് താഴെ പോയി, വേർത്ത് കുളിച്ച് ഞാൻ താഴെ പോയി. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ആ വീണിടത്ത് ഇങ്ങനെ കടന്ന് ഉരുണ്ട് ഞാൻ പയ്യെ ഏറ്റു നോക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി സിഗരറ്റും മുഴുവൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ ചതഞ്ഞരഞ്ഞ് ഒരു വിധത്തിൽ ഉപയോഗിക്കാൻ മേലാത്ത രീതിയിൽ അതങ്ങ് പോയി.